ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ചിലെ ഡേ 11ലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ, അതായത് ഡേ 11ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇന്നത്തെ GK ക്വസ്റ്റ്യൻസ് ഡേ 11 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അതായത് GK ക്വസ്റ്റ്യൻസ് ഡേ 11 എന്താണ്, ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു GK ക്വസ്റ്റ്യൻസ് ഡേ 6ലാണ് ചെയ്തതെന്ന് തോന്നുന്നു. ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഡ്രഗ്സ് എന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള 30 GK ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇന്ന് ഡേ 11ലും ഇതുപോലെ ഒരു GK ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു 30 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. സോ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. ഓക്കെ, സോ GK ക്വസ്റ്റ്യൻസ് ഡേ 11 ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ കണ്ടതിന് ശേഷം യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 11ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത. കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആരാണ്? സരോജിനി നായിഡു ആണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ സിവിൽ നിയമലംഘന സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? സിവിൽ നിയമലംഘന സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഏതാണ്? ചൗരി ചൗര സംഭവമാണ് സിവിൽ നിയമലംഘന സമരം നിർത്തിവെക്കാൻ വേണ്ടി ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ട ചരിത്ര സ്മാരകം. അതായത് ആദ്യകാലങ്ങളിൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെട്ട ചരിത്ര സ്മാരകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഇന്ത്യ ഗേറ്റ് ആണ് ആദ്യകാലങ്ങളിൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെട്ട ചരിത്ര സ്മാരകം. ഓക്കെ, ഇന്ത്യ ഗേറ്റ് എന്നുള്ളതിന് മുന്നേ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിലായിരിക്കാം ഈ ചരിത്ര സ്മാരകം അറിയപ്പെട്ടിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ മഹാത്മാ എന്ന ആദ്യമായി വിളിച്ചത് ആര്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് ആരായിരുന്നു എന്നുള്ളതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ആരായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ച വ്യക്തി. ഓക്കെ, ഫിഫ്ത്ത് വൺ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. സിവിൽ നിയമലംഘന സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് എന്നുള്ളതാണ് സെക്കൻഡ്. ഏതായിരുന്നു? ചൗരി ചൗര സംഭവമാണ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ട ചരിത്ര സ്മാരകം ഇന്ത്യ ഗേറ്റ് ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് വൺ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ് വന്ദേ മാതരം എന്ന ഗീതം ഉള്ളത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ് വന്ദേ മാതരം എന്ന ഗീതം ഉള്ളത്? ഏത് നോവലിലാണ്? ആനന്ദമഠം എന്ന നോവലിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേ മാതരം എന്ന ഗീതം ഉള്ളത്. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ ഏതു നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത്? ഏത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത്? ഏതിനായിരുന്നു? റൗലറ്റ് ആക്ടിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത്. 18th ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി.
സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഓക്കെ. 9th ക്വസ്റ്റ്യൻ. അഖിലേന്ത്യാ സ്വഭാവമുള്ള ആദ്യ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? അഖിലേന്ത്യാ സ്വഭാവമുള്ള ആദ്യ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. 9th വൺ. ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി ആണ് അഖിലേന്ത്യാ സ്വഭാവമുള്ള ആദ്യ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തി. ഓക്കെ. 10th ക്വസ്റ്റ്യൻ. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരായിരുന്നു? ആനി ബസന്റ് ആണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത. ഓക്കെ. ഒന്നും കൂടെ പറയാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ് വന്ദേമാതരം എന്ന ഗീതം ഉള്ളത്? ഏത് നോവലിലാണ്? ആനന്ദമഠത്തിലാണ്. ഏത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത്? റൗലറ്റ് ആക്ടിന് എതിരെയായിരുന്നു. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അഖിലേന്ത്യാ സ്വഭാവമുള്ള ആദ്യ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരായിരുന്നു? സുരേന്ദ്രനാഥ് ബാനർജി ആണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരായിരുന്നു? ആനി ബസന്റ് ആണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത. ഓക്കെ. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th വൺ. രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടതിനെ തുടർന്ന് 22 പോലീസുകാർ മരിച്ച സംഭവം. ആ സംഭവം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. 1922 എന്തായിരുന്നു? രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടതിനെ തുടർന്ന് 22 പോലീസുകാർ മരിച്ച സംഭവം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടതിനെ തുടർന്ന് 22 പോലീസുകാർ മരിച്ച സംഭവം. ഓക്കെ. 12th ക്വസ്റ്റ്യൻ. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയാണ് ആ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. 13th ക്വസ്റ്റ്യൻ. ഗാന്ധിജിയും സംഘവും സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടതെന്ന്. ഗാന്ധിജിയും സംഘവും സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടതെന്ന് എന്നുള്ളതാണ് ചോദ്യം. എന്നായിരുന്നു? 1930 മാർച്ച് 12 ഗാന്ധിജിയും സംഘവും സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. ഓക്കെ. 14th ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ്. 1939 ഉണ്ടായിരുന്നത്. ഓക്കെ. ഒന്നും കൂടെ നോക്കാം നമുക്ക്. രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടതിനെ തുടർന്ന് 22 പോലീസുകാർ മരിച്ച സംഭവം ചൗരി ചൗര സംഭവമാണ്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജിയും സംഘവും സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടതെന്നാണ്? 12 മാർച്ച് 1930 പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 14th ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസാണ് 1939. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15th വൺ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? ജനറൽ ഡയർ ആയിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ. ഓക്കെ. 16th വൺ. മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. ഓക്കെ. 17th ക്വസ്റ്റ്യൻ. കൊൽക്കത്തയിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഏത് വർഷമാണ്? കൊൽക്കത്തയിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് വർഷമായിരുന്നു? 1913
11 കൊൽക്കത്തയിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത്? ഓക്കെ. 18th ക്വസ്റ്റ്യൻ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചതാര്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് വിളിച്ചത്? വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20th വൺ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി, കാനിങ് പ്രഭു. ഓക്കെ. 21st ക്വസ്റ്റ്യൻ. ബർദോളി പ്രക്ഷോഭത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ പരിഗണിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ പദവി എന്തായിരുന്നു? അതായത് ബർദോളി പ്രക്ഷോഭത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ പരിഗണിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ പദവി ഏതായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു എന്നാണ് ചോദ്യം. എന്തായിരുന്നു? സർദാർ എന്നുള്ള ആ ഒരു പദവിയാണ് വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി ബർദോളി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് പരിഗണിച്ചിട്ട് ഗാന്ധിജി നൽകിയ ഏത് പദവി അല്ലേ? സർദാർ വല്ലഭായ് പട്ടേൽ. അതിലെ സർദാർ എന്നുള്ള പദവി ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയൊരു പദവിയാണ്. ബർദോളി പ്രക്ഷോഭത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത് കണ്ടിട്ട് അദ്ദേഹം കൊടുത്തൊരു പദവിയാണ് സർദാർ എന്നുള്ളത് അല്ലേ? ഗാന്ധിജി വല്ലഭായ് പട്ടേലിന് കൊടുത്ത പദവിയാണ്. 22nd ക്വസ്റ്റ്യൻ. വെയ്റ്റിംഗ് ഫോർ മഹാത്മ എന്ന കൃതി രചിച്ചത് ആര്? വെയ്റ്റിംഗ് ഫോർ മഹാത്മ എന്ന കൃതി രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? RK നാരായണാണ് വെയ്റ്റിംഗ് ഫോർ മഹാത്മ എന്ന കൃതി രചിച്ചത്. ഓക്കെ. 23rd വൺ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി ആരായിരുന്നു? ഉദ്ധം സിംഗ് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24th വൺ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് ഏത് കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ്? അതായത് ഈ ചമ്പാരൻ സത്യാഗ്രഹം ഏത് കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് ചോദ്യം. ഏത് കർഷകരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നീലം കർഷകരുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് ഏത് കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ്? ഏത് കർഷകരുടെ പ്രശ്നങ്ങളാ? നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നത് എന്നായിരുന്നു? അതായത് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നത് ഏത് വർഷമായിരുന്നു, അല്ലെങ്കിൽ എന്നായിരുന്നു എന്നാണ് ചോദ്യം. എന്നായിരുന്നു? 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നത്. ഓക്കെ. 26th ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ ഭാരതത്തിലെ ആദ്യ ഉപപ്രധാനമന്ത്രി. സ്വാതന്ത്ര്യ ഭാരതത്തിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ആദ്യ ഉപപ്രധാനമന്ത്രി. ഓക്കെ. 27th വൺ. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏത്? ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഹോർത്തോസ് മലബാറിക്കസ് എന്നുള്ള ഗ്രന്ഥത്തിലാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്ന്? അല്ലേ, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? ഓഗസ്റ്റ് 15, 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. 29th ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ മുഖ്യ കാരണം സാമ്പത്തിക ചോർച്ചയാണെന്ന് വിലയിരുത്തിയ ദേശീയ നേതാവ്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ മുഖ്യ കാരണം സാമ്പത്തിക ചോർച്ചയാണെന്ന് വിലയിരുത്തിയ ദേശീയ നേതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ മുഖ്യ കാരണം സാമ്പത്തിക ചോർച്ചയാണെന്ന് വിലയിരുത്തിയ
ദേശീയ നേതാവ്. 30th ക്വസ്റ്റ്യൻ. ഗുജറാത്തിലെ സബ്മതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര എത്ര കിലോമീറ്റർ ദൂരമാണ് ഗാന്ധിജിയും സംഘവും കാൽനടയായി സഞ്ചരിച്ചത്? എത്ര കിലോമീറ്ററാണ്? 385 കിലോമീറ്റർ. അതായത് ഇതിലിവിടെ സബർമതി എന്നുണ്ട്, ചെറിയൊരു എറർ പറ്റിയതാണ്. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് എത്ര കിലോമീറ്റർ ദൂരമാണ് ഗാന്ധിജിയും സംഘവും കാൽനടയായി സഞ്ചരിച്ചത് എന്നാണ് ചോദ്യം. എത്ര ദൂരമാണ്? 385 കിലോമീറ്റർ ദൂരം വരെയാണ് അവർ കാൽനടയായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഡേ 11 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇന്നൊരു ടോപ്പിക് ഇന്ത്യൻ ഹിസ്റ്ററി വിശാലമായൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഏതൊരു എക്സാം ആണെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. സോ ഈ വീഡിയോസ് മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, നമുക്കിനി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ.